ഹലോ ഗഡികളെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുലരി വാൾപ്പാറ, അതായത് ഷോളയാർ ഡാമിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്തല്ല, അതിൻ്റെ നേരെ അടിയിൽ തന്നെയാണ് നമ്മൾക്ക് റൂം കിട്ടിയേട്ടോ. അപ്പോൾ നല്ല മഴയും നല്ല തണുപ്പും, അതായത് കാശ്മീരിൻ്റെ തണുപ്പ് നമുക്ക് ഇവിടെ വാൾപ്പാറയിൽ കിട്ടി. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ പുലരി ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അത് ഷോളയാർ ഡാമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം വറ്റിക്കെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വെള്ളം വീഴുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. തമിഴ്നാട്ടിലെ ഷോളയാർ ഡാം, 2 ഡാം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലും ഉണ്ട് ഷോളയാർ ഡാം, തമിഴ്നാട്ടിലും ഉണ്ടെന്നാണ്. അപ്പോൾ കേരളത്തിലെ ഡാം നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുലരിയും യാത്രയും ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഗോവിന്ദപുരം വഴി തിരിച്ചു വരാനുള്ളതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ ഇവിടുത്തെ എങ്ങനെ ഈ സ്ഥലങ്ങളെക്കുറിച്ച് വർണ്ണിക്കാമെന്നൊന്നും പറയാനില്ല. എന്താ ഇവിടുത്തെ ഒരു മനോഹാരിത, അത് തന്നെ അല്ല കേട്ടോ. ഇവിടുത്തെ ജനങ്ങളൊക്കെ നല്ല രസം. എന്താ പറയുക, ഒന്നും പറയാനില്ല ഈ സ്ഥലത്തിനെ കുറിച്ച്. കോടമഞ്ഞിൻ്റെ കുളിർമയിൽ തേയിലച്ചെടികളുടെ ഇളം നാമ്പുകളെ തഴുകിയെത്തുന്ന കാറ്റിനും പറയാനുണ്ട് ഇവിടുത്തെ ഒരുപാട് കഥകൾ. ഇവിടുത്തെ അതിമനോഹരമായ ഒരു പച്ചിലക്കാട്, കൊച്ചു കൊച്ചു ശിഖരങ്ങളിൽ തൂങ്ങിയാടും വള്ളിപ്പടർപ്പുകൾ, മെല്ലെയങ്ങോ നീങ്ങിയെത്തിയ ഇളം തെന്നൽ കുഞ്ഞിലകളിൽ താളമിടുന്നുണ്ട്. ഇവിടുത്തെ മഴയുടെ തണുപ്പിൽ ഈറൻ കാറ്റിനെ നെടുനീർപ്പോടെ ഇഷ്ടപ്പെട്ടയാളുടെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങാൻ എന്ത് രസമാണെന്നറിയോ. വിരലുകൾ തമ്മിൽ കോർത്തിണക്കി 100 സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാം. ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുമ്പോൾ പ്രണയിനിയാവാം, ഭാര്യയാകാം. ഞാനെന്തായാലും എൻ്റെ ഭാര്യയായിട്ടാണ് വന്നിങ്ങനെ. എന്തൊക്കെ പറഞ്ഞാലും ഈ വാൾപ്പാറ എന്ന് പറഞ്ഞത് ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കണം. ശരിക്കും ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വന്ന് പോകുന്ന രീതിയിലായിരിക്കരുത്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഒക്കെ വേണം. 1-2 ദിവസം താമസിച്ചാലും വാൾപ്പാറ അത്രയും ഉണ്ട് വാൾപ്പാറയുടെ അനുഭവങ്ങൾ. അപ്പം ഞാനെന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരെ ഷോളയാർ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം കിട്ടിയേട്ടാ. അപ്പോൾ ആ റൂം കിട്ടിയ ഹോം സ്റ്റേയുടെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും മനോഹരമായ റൂമും അത് തന്നെ അല്ല ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ റേറ്റൊക്കെ വളരെ 2000-ലൊക്കെ താഴെയുള്ളൂ റെൻ്റൊക്കെ കേട്ടോ. അത് ഒരു സീസൺ അനുസരിച്ച് റെൻറ്റിൽ വ്യത്യാസങ്ങളൊക്കെ വരാം.
വാൾപ്പാറയുടെ ഇരു വശങ്ങൾ നോക്കിയാലും അതിമനോഹരം തന്നെയാണ് കേട്ടോ. വാൾപ്പാറയുടെ മനോഹാരിതയെ കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പെരുമാറ്റം, സ്നേഹം. മറ്റുള്ളവർത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളൊക്കെ ചെന്ന് അവരെ വെറുപ്പിച്ചിട്ട് അവർക്ക് തന്നെ അവരോടൊരു ദേഷ്യം വരുന്നൊരു രീതിയാണ് കാണുമ്പോൾ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവർ നമ്മളോട് പെരുമാറുന്നതൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വരുന്ന വഴികളിലൊക്കെ ഒരുപാട് ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 1-2 ഓറഞ്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ച് നല്ല പുളിയാണ്. പിന്നെ വാൾപ്പാറയുടെ എന്താണ് വീണ്ടും വീണ്ടും എനിക്ക് എന്താ പറയണ്ടതെന്നില്ല വാൾപ്പാറയുടെ സൗന്ദര്യത്തിനെ കുറിച്ച്. അതായത് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് വാൾപ്പാറയുടെ സൗന്ദര്യം. പിന്നെ വാൾപ്പാറ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുന്നത് പുലി ഇറങ്ങുന്ന സ്ഥലം. നമ്മൾ ഏറ്റവും അധികം പത്രങ്ങളിലൂടെയും ന്യൂസിലൂടെയൊക്കെ ഏറ്റവും അധികം അറിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാൾപ്പാറയിൽ ഒരു അമ്മയുടെ കൈ പിടിച്ച് പോകുന്ന ഒരു കൊച്ചിനെ പുലി കൊണ്ടുപോയ കഥകളൊക്കെ നമ്മൾ കേട്ട് ഞെട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി വൈകി എത്തിയത് കാട്ടിലൂടെ. ഭാഗ്യം, ഒന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യം തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വാൾപ്പാറയിലെ പുലീനെ കുറിച്ചും ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായി. ഒരു പുലീനെ വാൾപ്പാറയിൽ പിന്നിൽ കൂടെ പോയിട്ട് ഒരു ആൾ ഷൂട്ട് ചെയ്തതിനൊക്കെ കുറിച്ച്. ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വീഡിയോ ഒരു പകർത്തിയതിനൊക്കെ കുറിച്ച്. അപ്പോൾ അതാണ്, വാൾപ്പാറയിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കാൻ വേണം. ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള സ്ഥലം തന്നെയാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്നത്, തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളി വാഴച്ചാൽ വഴിയാണ് വാൾപ്പാറയിലേക്ക് വന്നത്. നമ്മളുടെ മടക്കയാത്ര ഗോവിന്ദപുരം വഴിയാണ് കേട്ടോ. അത് പൊള്ളാച്ചി എത്തുന്നതിനെക്കാട്ടും കുറച്ച് മുമ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയവും സന്ദർഭമൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് പൊള്ളാച്ചിയിലും കൂടെ പോകാം. തൊട്ടടുത്താണ് പൊള്ളാച്ചിയുടെ സൗന്ദര്യം കൂടി നമുക്ക് ആസ്വദിച്ച് വരാം. എനിക്ക് എന്താ വെച്ചാൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് പോരുന്ന ഒരാവശ്യം വന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പൊള്ളാച്ചിയും കൂടി പോയിട്ട് പോരാനുള്ളതായിരുന്നു. അപ്പോൾ ഇനി വരുന്നവരെങ്ങനെയാണെന്ന് വെച്ചാൽ വരാൻ ഏറ്റവും നല്ലതാണ്, ഏറ്റവും രസം അത് തന്നെയാണ്. തൃശ്ശൂർ, മലപ്പുറം ആ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ, മലബാർ ആ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൾപ്പാറ അങ്ങനെ പോയിട്ട് പൊള്ളാച്ചി വഴി തിരിച്ച് പോകുന്നതാണ് നല്ലത്. ഇനി മറ്റുള്ള തെക്കൻ ജില്ലക്കാർക്കാണെങ്കിൽ തിരിച്ചു പോകുമ്പോഴും ആ സൗന്ദര്യം ആസ്വദിച്ച് തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം ഈ ഇങ്ങനെ ചുറ്റി പോകുന്നതും തിരിച്ചതേ റൂട്ട് പോകുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾക്ക് എന്ന് വെച്ചാൽ പിന്നെ നല്ല റോഡുകളിലൂടെ പെട്ടെന്ന് എത്താം എന്നുള്ളതാണ്. 2 വീലറിലാണ് നമ്മളെ യാത്ര ആയതുകൊണ്ട് നമ്മൾക്ക് അധികം നിർത്തി എവിടെയും വീഡിയോ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം വെച്ചാൽ വണ്ടിമേ തന്നെ ഇരുന്ന് നമ്മൾ ഈ മനോഹരമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ യാത്രാനുഭവം ഒറ്റ പാർട്ടും കൂടെ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഓവറായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറേശ്ശെ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്നു, അതിങ്ങനെ എടുത്ത് ഇടുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവോ ധാരണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത ഒരു യാത്രയിൽ അത് പരിഹരിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. അതേപോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ, അടുത്തൊരു പാട്ട് തൊട്ട് പുറകിലുണ്ട്, ആ പാട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്.